myself Dr. Sajith Krishnan. ഇന്ന് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ് മെനൻ മാസ്റ്റർ അഷ്റഫ് ഗുരുവിനോട് ചോദിക്കാനുള്ളത്. ഗുഡ് മോർണിംഗ് മാസ്റ്റർ. വളരെ പ്രസക്തമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. പല ആചാരങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ചൈനീസ്, കൊറിയൻ ആചാരങ്ങളിലൊക്കെയാണ് അത് വന്നിട്ടുള്ളത്. അവർ പല പ്രോസസ്സിലും അല്ല പല പ്രക്രിയകളിലൂടെ അത് പോയിട്ടുണ്ട്. അതായത് നാഭിയെ സംബന്ധിച്ച് അതിൻ്റെ നിഗൂഢതകൾ അതിൻ്റെ സംബന്ധിച്ചാണ് എനിക്ക് മാസ്റ്ററോടൊന്ന് ചോദിക്കാനുള്ളത്. അതിലൊരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്ന് മാസ്റ്റർ വിശദീകരിക്കാം. നാഭി, ഡാൻഡെ, നേവൽ ചക്ര, അങ്ങനെ നിരവധി പേര്, പൊക്കിൾ കൊടി, അങ്ങനെ നിരവധി പേരുകളിലാണ് ഈ സംഭവങ്ങളുടെ ഒരു വ്യാഖ്യാനം. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി പറയേണ്ടി വരും. നമുക്കൊരു ഷോർട്ട് കട്ടിൽ പറയാൻ പറ്റിയ ഒരു സംഭവമല്ല. ഇതിന് പ്രസക്തി ആർജിച്ച കുറേ രാജ്യങ്ങളുണ്ട്. കൊറിയ, ജപ്പാൻ, ചൈന, ടിബറ്റ്, ഹിമാലയൻ വാലീസ്, ഇവിടെയൊക്കെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പല രാജ്യങ്ങളിലും ആചാരങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നാഭിയിൽ കുളിച്ചതിന് ശേഷം ഒരു പ്രത്യേക രീതിയിലുള്ള, അത് ഞാൻ പറയുന്നില്ല, ചില എണ്ണകൾ ഉപയോഗിക്കുന്നു. അത് ഏതെണ്ണൊക്കെയാണെന്നുണ്ട്. അതായത് കുളിച്ചതിന് ശേഷം ഒരു ട്രഡീഷനായിട്ട്. പക്ഷെ അതിൻ്റെ എന്തുകൊണ്ടാണ് അതിൻ്റെ പെരട്ടി, അതിൻ്റെ സയൻസ് ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ്. എന്തിനു പെരട്ടി, അങ്ങനെ പെരട്ടുക, നാഭി കെട്ടിവെക്കുക, കോട്ടൺ തുണി കൊണ്ട് അടച്ചു വെക്കുക. ഇത് വയറൊതുക്കാൻ വേണ്ടിയല്ല ആൾക്കാർ ഈ നാഭിയെ കെട്ടി വെക്കുന്നത്, ചില മാസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. നാഭി കെട്ടി വെക്കുക, അല്ലെങ്കിൽ നാഭിയെ ഉള്ളിലേക്ക് കംപ്രസ് ചെയ്ത് വെക്കുക, പറഞ്ഞാൽ വയറ് കംപ്രസ് ചെയ്ത് വെക്കുക. ഇതെല്ലാം തന്നെ ഒരു എനർജി വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റുകളാണ്. ഇപ്പോൾ ചൈന, ജപ്പാൻ, കൊറിയയിലൊക്കെ പറഞ്ഞ ഫസ്റ്റ് ബ്രെയിൻ ഏതാണെന്ന് വെച്ചാൽ ഡാൻഡെയിനാണെന്ന് പറയുള്ളൂ. അതായത് നാഭിയുടെ 1 ഇഞ്ച് താഴെയും 1/2 ഇഞ്ച് ഉള്ളിലുള്ള ഒരു പോയിന്റ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാഭി എന്ന് പറയുന്നത് എനർജിയുടെ ട്രാൻസ്ഫോമറാണ്. എല്ലാ സംഭവങ്ങളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും ഇപ്പോൾ തേടൈ, ഞാൻ എപ്പോഴും പറയുന്നതാണ് തേടൈ. ഇതൊരു പീനിയൽ ഗ്ലാൻഡ് ഒരു ഓർഡർ കൊടുക്കുക, അത് കൺട്രോളിങ് പോയിന്റ് ആണ്. ഓർഡർ കൊടുക്കുന്നവർ കൺട്രോൾ ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മളൊരു ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിൻ്റെ മെയിൻ ആൾ ഓർഡർ ഇടുന്നു, അങ്ങനെ മനസ്സിലാക്കുക. ഓർഡർ ഇടുന്നു, ഇത് നടപ്പാക്കാൻ ഒരാൾക്കാർ വേണ്ടേ? അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ഓഫീസിൽ നിന്നും വരുന്ന ഓർഡറുകളെ ഇമ്പോസ് ചെയ്യണം, അത് നടപ്പാക്കണം, എക്സിക്യൂട്ടീവ് ചെയ്യണം, അല്ലേ? എക്സിക്യൂട്ടീവ് ആവശ്യം എന്ന് പറയും പോലെ പീനിയൽ ഗ്ലാൻഡ് കമാൻഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നു. പക്ഷെ നടപ്പാക്കുന്ന ആരാ? അങ്ങനെ മനസ്സിലാക്കണം. നാഭി അഥവാ ഡാൻഡെയിൻ എനർജി പവർ. അപ്പോൾ നമ്മുടെ വണ്ടി ഓടുന്നുണ്ട്, പക്ഷെ വണ്ടിയിലേക്ക് പെട്രോൾ ഒഴിച്ചാലേ ഓടുള്ളൂ. അപ്പോൾ എനർജി മുഴുവൻ സ്ഥിതി ചെയ്യുന്നത് നാഭിയിലാണ്. പക്ഷെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടണില്ല, അത് സ്റ്റാർട്ട് ചെയ്യാൻ ഒരാൾ വേണം, അല്ലേ? അതാരാണ്? തേടൈ. അപ്പോൾ ഈ പീനിയൽ ഗ്ലാൻഡ് കൊടുക്കുന്ന അനൈച്ഛിക കമാൻഡുകളെല്ലാം തന്നെ നടപ്പാക്കുന്നത് നാഭിയാണ്. അത് പല പേരിൽ പറയാം. ആ നാഭി കേന്ദ്രത്തെ തന്നെ 18 എനർജി മണ്ഡലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അനാട്ടമിക് സിസ്റ്റത്തിലേക്ക് വന്നാൽ മാറി വെയിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, ന്യൂറോ ആ സെക്ഷൻ. അപ്പൊ അങ്ങനെ നമുക്ക് മാറ്റിമറിക്കാം. അപ്പോൾ ഡാൻഡെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നാഭിയുടെ 1 ഇഞ്ച് താഴെയും 1/2 ഇഞ്ച് ഉള്ളിൽ എനർജി പോയിന്റ്. ഇത് 360 ഡിഗ്രി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനർജി. അപ്പോൾ എല്ലാ സംഭവങ്ങളും, ഇപ്പോൾ ഒരു മനുഷ്യനിൽ അസുഖം വരാണെങ്കിൽ നാഭി നോക്കി അറിയാം. നാഭിയുടെ പോയിന്റുകൾ, കാര്യങ്ങൾ, എല്ലാ ഞരമ്പുകളുടെ എൻഡ് വന്നിരിക്കുന്നത് നാഭിയിൽ നിന്നാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്റ്റാർട്ടിങ് നാഭിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഹോർമോണിൻ്റെ കൺട്രോളിങ് നാഭി എനർജിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഹോർമോൺ മാറി മറിയുന്നത്, ആങ്സൈറ്റി, ടെൻഷൻ വരുമ്പോൾ ഒരു ആന്തലില്ലേ, നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് ചാടുമ്പോൾ താഴെ നിന്നും ഒരു ആന്തൽ, ഒരു ആങ്സൈറ്റി, അതെല്ലാം നാഭിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനർജി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നാഭിയാണ്. അപ്പോൾ അതിൽ നിന്നും എനർജി ലീക്ക് ആയാൽ ടയർഡ് ആവില്ല എന്നൊരു ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ പ്രത്യേകം ആൻസർ തരാം. അത് ഇതിലേക്ക് കൂട്ടിക്കുഴയ്ക്കണ്ട. എനർജി ലീക്കേജ്, എനർജി സ്റ്റോറേജ്, എങ്ങനെയാണ് ലീക്ക് ആവണം, ലീക്ക് ആവുമോ, ഇതിൽ നിന്ന് തന്നെ ലീക്ക് ആവുമോ, മരണം സംഭവിക്കുന്നത് നാഭിയുമായിട്ട് ബന്ധപ്പെട്ടാണോ, ജനനം സംഭവിക്കുന്നത് നാഭിയുമായിട്ട് ബന്ധപ്പെട്ടാണോ, അസ്തിത്വം നാഭിയുമായിട്ട് ബന്ധപ്പെട്ടാണോ, യൂണിവേഴ്സ് നാഭിയുമായി, എല്ലാം നാഭിയാണ്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എനർജി വേൾഡിലൊക്കെ നാഭിയിൽ നിന്ന് ഒരു വര വരച്ചിട്ട് ഗ്രഹങ്ങളിലേക്കും യൂണിവേഴ്സിന്റെ സെന്ററിലേക്കൊക്കെ വരച്ചിട്ടേക്കണം. അത് ഈ തത്വം പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഡാൻഡൻ, അപ്പോൾ എനർജി പവർ കംപ്ലീറ്റ് നാഭിയിലാണ്. അതുകൊണ്ടാണ് ബുദ്ധിസത്തിലും ടിബറ്റിലും ഒക്കെ ഫസ്റ്റ് ബ്രെയിൻ നാഭിയായിട്ട് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രീബുദ്ധൻ, അതായത് ബുദ്ധമതത്തിലെ എല്ലാ കൺസെപ്റ്റിലും ഇപ്പൊ വയറിനെ വലുതാക്കി കാണിച്ചിട്ടുണ്ട്, അല്ലേ? ഈ വയറിനെ വലുതാക്കി കാണിച്ചിരിക്കുന്നത് എന്തിനാണ്? വയർ കാണിക്കാൻ വേണ്ടിയല്ല. അതായത് അതൊരു എനർജി സെന്റർ ആണ്. ഇതിൽ നിങ്ങൾ പ്രത്യേകം സ്റ്റോറേജ് ചെയ്യുന്നു, അതിനെ കെയർ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ശ്രദ്ധിക്കരുത്, അവിടെ ഫുഡ് അധികം കഴിക്കണമെന്നല്ല വയറിനെ കാണിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ പല സ്ഥലത്തും ചെന്നപ്പോൾ വയറ് കാണാനേ ഇല്ല, കംപ്ലീറ്റ് 6 പാക്ക് ആയി മാറി വയറിന് പകരം.
ആ ഒരു കൺസെപ്റ്റ് നേരെ തിരിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ബ്രെയിൻ എവിടെയെന്ന് ചോദിച്ചാൽ തേർഡ് ഐ പറയില്ല ഒരിക്കലും, അതായത് പീനൽ ഗ്ലാൻഡ് പറയില്ല, അത് നാഭി. അപ്പോൾ 3 ബ്രെയിനാണ് ഒരു മനുഷ്യന്റെ എനർജി കൺട്രോളിങ്ങിൽ വരുന്നത്. ഫസ്റ്റ് ബ്രെയിൻ ഇവിടെ ഈ നമ്മുടെ ഇന്ത്യ സംസ്കാരത്തിൽ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ തേർഡ് ഐ പീനൽ ഗ്ലാൻഡ്, സെൻട്രൽ ബ്രെയിൻ ഹൃദയമണ്ഡലം ഹാർട്ടിന്റെ, തേർഡ് ബ്രെയിൻ നാഭി അഥവാ ഡാൻഡൈൻ പവർ നവൽ ചക്രം. അപ്പോൾ ഇതിലെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ എനർജിയെ കൺട്രോൾ ചെയ്യുന്ന പോയിന്റാണ്. നമ്മളിൽ ഈ എനർജി അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നോർമൽ എനർജിയുടെ ട്രാക്ക് അറിഞ്ഞിരിക്കണം. അനന്തമായ ട്രാക്കുകളാണ്, പക്ഷെ ഞാനത് വിശദമായിട്ട് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നോർമൽ ഒരു മനുഷ്യന്റെ എനർജി ട്രാക്കുകൾ ആദ്യം അറിഞ്ഞിരിക്കണം. അത് മെയിൻ ചാനലാണ് ഒരു മനുഷ്യന്റെ. അപ്പോൾ 2 കാലിന്റെ ഉള്ളിൽ കൂടി കടന്നു വരുന്ന ഊർജം അത് നാഭിയിൽ വന്നിട്ട് ഒന്നായിട്ട് സെൻട്രൽ ചാനലിലൂടെ ഒരു സിലിണ്ടർ പോലെ ഒരു കുഴൽ പോലെ വന്നിട്ട് വീണ്ടും പീനൽ ഗ്ലാൻഡിൽ വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് തിരിച്ചിങ്ങനെ നടന്നു, ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. ഇത് കൂടാതെ അനന്തമായ പ്രോസസ്സ് ചുറ്റും നടന്നുകൊണ്ടിരിക്കാം. ഇതെല്ലാം 5% ആണ് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. മൈക്രോസ്കോപ്പ് വെച്ചാൽ കുറേയൊക്കെ കാണാൻ പറ്റും, പക്ഷേ എനർജി അപ്പോഴും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ അനന്തമായ ഒരു പ്രതിഭാസത്തിന്റെ ഉള്ളിലാണ് ഈ ഭൗതികത്തിൽ 5% കാണുന്ന ഒരു മനുഷ്യൻ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമായ കാരണത്തിൽ അപ്പോൾ ഈ കടന്നു വരുന്ന ഊർജം ഈ നാഭിയിൽ കൂടി കറക്റ്റായിട്ട് പോകണമെന്ന് പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ്. അതുകൊണ്ടാണ് മനുഷ്യരാശി ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരും ജീവിച്ചിരിക്കില്ല. അത് എന്തെങ്കിലും കാരണത്താൽ മാരകമായ അസുഖമോ ചിന്തകളുടെ അതിതീവ്രതയേറിയ നെഗറ്റീവ് തോട്ട്സോ അതിതീവ്രതയേറിയ ആങ്സൈറ്റിയോ അതിതീവ്രതയേറിയ ഭയം, അതായത് ഫിയർ, ഭയങ്ങൾ, അതൊക്കെ കയറി വന്നാൽ എന്തു പറ്റും? ഈ എനർജിയെ കീഴ്മേൽ മറിച്ചളയും. ആ കറക്റ്റായിട്ട് പോകേണ്ട എനർജി നാഭിയിലൂടെ ആയിരിക്കില്ല വരുന്നത്. അത് ട്രാക്ക് മാറാൻ തുടങ്ങും. പല അവയവങ്ങൾക്കും കേടുപാട് സംഭവിപ്പിക്കും, ഡാമേജ് വരും. അതുകൊണ്ടാണ് പല അസുഖങ്ങളുടെ പിന്നിൽ മൈൻഡ് ആയിരിക്കും. അതാണ് ഒരു തോട്ട്സും ഇല്ല. പ്രസന്റിൽ ജീവിക്കുന്നവർക്ക് ഒന്നും വരുന്നില്ല. നമ്മൾ ഒത്തിരി കെയർ എടുത്തിട്ട് ചിലർക്ക് അസുഖം വരുന്നുണ്ട്. അപ്പോൾ അവിടെ വില്ലൻ മൈൻഡ് ആയിരിക്കും. തിരിച്ചറിയാൻ ഒത്തിരി വൈകി പോവാണ്. കാരണം ഹോർമോൺ മറിയും. ഹോർമോൺ മാറുമ്പോഴാണ് അവയവങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അല്ലേ, നിങ്ങൾക്ക് മുടി വരണമെങ്കിൽ ഹോർമോൺ വരണം, ആ മുടി വളരണ്ടേ. അത് സ്റ്റക്കായി പോയാൽ മുടി വളരില്ല. അല്ല എന്ന് ചെറിയൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ശരീരം മൊത്തം നിൽക്കണമെങ്കിൽ അനന്തമായ ഹോർമോൺ സിസ്റ്റം ഉണ്ട്. നമ്മൾ സയൻസ് കണ്ടുപിടിച്ചാൽ മെയിൻ സാധനങ്ങളുള്ളൂ ഈ എനർജി ചാനൽ പറഞ്ഞ പോലെ. അപ്പോൾ എനർജി കറക്റ്റായിട്ട് കടന്നു വരേണ്ടതുണ്ട്. അത് കടന്നു വരാൻ ഈ പറഞ്ഞ ആചാരം പറഞ്ഞില്ലേ, അതായത് അത് ലീക്കേജുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് കേട്ടോ. എനർജി അതായത് നാഭി മണ്ഡലം തുറന്നിരിക്കരുത്. നാഭിയുടെ എനർജി മണ്ഡലം ഓപ്പൺ ആവുക എന്ന് പറഞ്ഞാൽ നാഭി ഓപ്പൺ അല്ല, അത് ഭൗതികമാണ്. ചില ആൾക്കാരൊക്കെ പറഞ്ഞ കേട്ടാൽ അത് വിഡിത്തമാണ്. നാഭി ഓപ്പൺ എന്നല്ല അതിൻ്റെ അർത്ഥം. നാഭി ഒന്നും വെച്ച് അടയ്ക്കലല്ല. ആ എനർജി മണ്ഡലം സ്റ്റക്കാണോ, അത് മാർഷൽ ആർട്സിൽ ഉപയോഗിക്കുന്നത്. ഇത് മാർഷൽ ആർട്സുമായിട്ടും കെട്ടുവാണ് ഞടപ്പെട്ട്. അതിൽ പ്രശസ്തനായ ഒരു മാർഷൽ ആർട്ട് വ്യക്തി ഇതാണ് ഉപയോഗിച്ചത്. അപ്പം നാഭിയുടെ പവറിനെ എങ്ങനെ ഉപയോഗിക്കാം? 80% ഊർജ്ജവും 20% ഭൗതികത്തിലും പ്രയോഗങ്ങളുടെ വിവിധ രീതികൾ. വെറുതെ ഒന്ന് ടച്ചാക്കി മതി തെറിച്ചു പോകുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. മാർഷൽ ആർട്സിൽ ഉപയോഗിക്കുന്നത് 1 ഇഞ്ച് പഞ്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ആൾ തെറിച്ചു വയ്ക്കണം. അതിങ്ങനെയാണ് ഈ എനർജിയെ പ്രൊജക്റ്റ് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ഈ എനർജി എവിടെയാണ് സ്റ്റോറേജ് ആയിരിക്കുന്നത്? ഇവിടെ. പക്ഷെ നമ്മുടെ ശ്വാസക്രിയ അതിനെ ഒരു ട്രാൻസ്ഫോമർ രീതിയിലേക്ക് ആക്കില്ല. അത് ജീവിക്കാൻ വേണ്ടിയുള്ള എനർജി ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക വിദ്യയിലൂടെ ഈ ഊർജത്തെ അതിവിപുലമാക്കാം, ഒരു മാസ് സ്റ്റോറേജ് ആക്കി മാറ്റാം. അത് വേറൊരു ബ്രീത്തിങ് സിസ്റ്റത്തിൽ കൂടെ ആക്കി മാറ്റാം. എന്നിട്ട് സങ്കല്പ ശക്തിയിൽ കൂടി, അതായത് പ്രസന്റിലുള്ള ഇമാജിനേഷനിൽ കൂടി. ഇമാജിനേഷൻ പ്രസന്റ് വരാൻ കാരണം എന്താ? അത് വേറെ ചാപ്റ്ററാണ്. കാരണം നമ്മൾ കാലത്തിൽ നിന്ന് ഇമാജിനേഷൻ ചെയ്താൽ അത് നടക്കില്ല, അത് രൂപീകരണ സിദ്ധാന്തമല്ല. ഈ നിമിഷത്തിൽ ഇമാജിനേഷൻ കൊടുത്തിട്ട് നമുക്ക് കയറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് എനർജിയുടെ ഒഴുക്ക് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം, കുളിച്ചതിന് ശേഷം ജലം തുടച്ചു കളയുന്നു. പല രാജ്യങ്ങളിലും ഉണ്ടെന്ന്, എല്ലാവരും അത് ആചരിക്കുന്നതാണ്. കുളിച്ചതിന് ശേഷം നാഭി തുടച്ചു കളയുന്നു, ഡ്രൈ ആക്കുന്നു. കാരണം എന്താ? ഫംഗസ് വരും ജലമുണ്ടെങ്കിൽ, വെള്ളത്തിന്റെ അംശമുണ്ടെങ്കിൽ. അവിടെ കടുകെണ്ണ തേക്കുന്നത് കാണാം. വടക്കേ ഇന്ത്യയിലൊക്കെ, നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ കാണാം, കുളിച്ചതിന് ശേഷം എല്ലാവരും തന്നെ കടുകെണ്ണ 2 തുള്ളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തേക്കും. കാരണം എന്താണ്? അത് എനർജിയെ ശരിക്കും സ്പ്രെഡ് ചെയ്യാൻ സാധ്യമാകാണ്. ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നു, പക്ഷെ നമുക്കത് പരിചിതമല്ല കടുകെണ്ണ. കാരണം സ്മെല്ലൊന്നും നമുക്ക് മലയാളിക്ക് പിടിച്ചില്ല എന്ന് വരും. അപ്പോൾ കടുകെണ്ണ ഉപയോഗിക്കും. അതുപോലെ ഒലൈവ് ഓയിൽ ഉപയോഗിക്കും. കോട്ടൺ തുണി വെച്ചിട്ട് അവിടെ കെട്ടിവെക്കും. അതുകൊണ്ടാണ് വേഷവിധാനങ്ങളുടെ കൺസെപ്റ്റ് വന്നേക്കണേ. എന്തുകൊണ്ട് നിങ്ങൾ വേഷം ധരിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന്റെ കൺസെപ്റ്റ് അല്ല, ഈ നാഭി എല്ലാം മറിഞ്ഞിരിക്കണം. അപ്പൊ നാഭി മാത്രം ധരിച്ചു വെച്ചാൽ മതിയില്ലേ, മറ്റ് സംസ്കാരത്തിലേക്ക് വരും. അപ്പൊ സംസ്കാരവും ഇതും വരുന്നുണ്ട്. ഇതിന്റെ ആന്തരികമായ അതായത് അതിന്റെ ഉണ്മ, ആന്തരികമായ ആ ഒരു തത്വത്തിലേക്ക് വരുമ്പോൾ നാഭി മറഞ്ഞിരിക്കുക എപ്പോഴും. അതിന് വസ്ത്രധാരണം ആവശ്യമാണ്. അപ്പൊ നാഭി ഓപ്പൺ ആയിരുന്നാൽ എനർജിയുടെ ലീക്കേജുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാണ്. ആ എനർജി ഒരു ഭൗതികവും ബാധകമാണ്, എനർജി മണ്ഡലവും ബാധകമാണ്. അത് നമുക്ക് പ്രത്യേക ക്രിയകളെ അത് ബ്ലോക്ക് ചെയ്യാം. അപ്പൊ ഈ ആചാരത്തിൽ ഇതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ആ എണ്ണ ഇപ്പോൾ ഉറങ്ങാൻ നേരത്ത് 2 ഡ്രോപ്പ് കടുകെണ്ണ നാഭിയിൽ ഒഴിക്കുക. ഉറങ്ങാൻ നേരത്ത് ജസ്റ്റ് 2 ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ ഒന്നും അല്ല കേട്ടോ. അതൊക്കെ കേട്ടിട്ട് ലിറ്റർ അങ്ങനെയല്ല.
2 ഡ്രോപ്പ് ജസ്റ്റ് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി പറ്റുക. നമ്മൾ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒലൈവ് ഓയിൽ, ശുദ്ധമായ ഒലൈവ് ഓയിൽ, കെമിക്കലൊന്നും അല്ലട്ടെ പറഞ്ഞ, കടുകെണ്ണ എന്ന് പറഞ്ഞാൽ കടയിൽ കിട്ടുന്നതല്ല, നമ്മൾ ആട്ടി ഉണ്ടാക്കുന്ന ശുദ്ധമായ കടുകെണ്ണ. മറ്റതെല്ലാം കെമിക്കലാണ്. ഇപ്പൊ വരുന്ന ഉൽപ്പന്നങ്ങളിൽ പലതും നമ്മൾക്ക് കാണാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ഒരിക്കലും അത് വരില്ല. യഥാർത്ഥ വെളിച്ചെണ്ണ ഒരു ചെറിയൊരു കളർ ഉണ്ടാവും അതിൽ. അപ്പൊ നമ്മൾ കെമിക്കൽ സുഗന്ധമൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അങ്ങനെ പെർഫ്യൂം ഒരു രീതിയിലേക്ക് വരാണ്. അപ്പൊ ഒന്നും പരട്ടാൻ പാടില്ല. അപ്പൊ ശുദ്ധമായ കടുകെണ്ണ അല്ലെങ്കിൽ ഒലൈവ് ഓയിൽ ഇതൊക്കെ പരട്ടിയിട്ട് കിടക്കാം. അത് ആയുസിനെയും കൂട്ടും. അപ്പൊ നാഭിയിൽ പവർ വന്നാൽ എന്ത് സംഭവിക്കും? നാഭി മെഡിറ്റേഷനൊക്കെ പ്രത്യേകമുണ്ട്. അതിന് മെഡിറ്റേറ്റ് ചെയ്ത് ഒരു എക്സ്ട്രാ സിദ്ധിയിലേക്ക് പരിണമിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. മനുഷ്യനൊരു എക്സ്ട്രാ ഓർഡിനറി പവറിലേക്ക് എനർജി പ്രൊജക്ഷൻ ഇതിനൊക്കെ സാധ്യമാണെങ്കിൽ നാഭി മെഡിറ്റേഷൻ്റെ ഒരു ഏകാഗ്രത കൊടുത്ത് വിദ്യകളുണ്ട്, നിഗൂഢ വിദ്യകളൊക്കെ. അപ്പം അതിന് കൂടെ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ട രീതികളാണ്. അപ്പം നാഭിയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പറയാനുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നാഭിയുമായിട്ടാണ് കണക്ഷൻ കിടക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അമ്മ ചിന്തിക്കുന്നതെല്ലാം ഈ നാഭിയുമായിട്ടാണ് ആ കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. ഇപ്പൊ അമ്മ ടെൻഷൻ അടിച്ചാൽ എന്ത് പറ്റും? ഹോർമോൺ മാറും, അഡ്രിനാലിൻ കൂടും, നെഗറ്റീവായിട്ടുള്ള ഹോർമോൺ എല്ലാം കൂടി കുട്ടിയിലേക്ക് ഇത് ബാധിക്കുന്നു. അതുകൊണ്ടാണ് ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഡ് എപ്പോഴും കിടക്കും. ജനിച്ചതിന് ശേഷവും അമ്മയും മകളാണെങ്കിലും മകനാണെങ്കിലും സന്താനവുമായിട്ട് ഒരു സൂക്ഷ്മമായ എനർജി കോഡ് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് അമ്മമാർക്ക് മക്കളെ ഒരിക്കലും ഖണ്ഡിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു കൗതുകത്തിന് വേണ്ടി ഒരു കാര്യം പറയാം. ഒരമ്മയും അച്ഛനും നിൽക്കുകയാണ്, ഒരു കുട്ടിയും കൂടെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുക, അമ്മ, അച്ഛൻ, കുട്ടി. ഒരാൾ വന്നിട്ട് പറയാണ്, ഒരാളുടെ ജീവൻ എനിക്ക് തരേണ്ടി വരും, ബാക്കി 2 പേരും ജീവിച്ചോ. ഒരാളുടെ ജീവൻ എനിക്ക് തീർച്ചയായിട്ടും തരേണ്ടി വരും എന്ന് പറഞ്ഞു. 100% സംഭവിക്കും. അപ്പോൾ ഡിസിഷൻ എടുക്കേണ്ടി വന്നു. കുട്ടിയോട് ചോദിച്ചു, മോനെ നീ പൊക്കോളൂ. പറഞ്ഞു, ഞാൻ പോകില്ല. ആരാണ് പോകാൻ ചാൻസ്? അതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞാൽ അമ്മ പറയും, എന്നെ എടുത്തോളൂ, ഇവർ 2 പേരും ജീവിച്ചോട്ടെ. അല്ലേ? അങ്ങനെയായിരിക്കും ഒരു 100% വരാൻ ചാൻസ് കൂടുതൽ. അതായത് മക്കളെ എടുക്കരുത്, എന്നെ വേണമെങ്കിൽ കൊണ്ടുപോകുള്ളൂ. അത് ആ എനർജിയുടെ കണക്ഷൻ അത്രയ്ക്ക് തീവ്രമായിരിക്കും. അങ്ങനെ ഒരു സൂക്ഷ്മമായ തത്വങ്ങളൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതിന് പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. ഇപ്പോൾ ആ പാരൻസിൻ്റെ ഒരു സിദ്ധാന്തം വരുന്നുണ്ട്, വസ്ത്രദാനത്തിൻ്റെ സിദ്ധാന്തം വരുന്നുണ്ട്, പല മതങ്ങളുടെ ആചാരങ്ങളും പല കാര്യങ്ങളും നാഭിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. വസ്ത്രധാരണ രീതി, അതുപോലെ നാഭി ധ്യാന മുറകൾ, നാഭി മെഡിറ്റേഷൻ, മാർഷൽ ആർട്സ്, നാഭിയെ എങ്ങനെ പവർഫുള്ളാക്കി തീർക്കാം, അതിനെ ഏതൊക്കെ രീതിയിൽ വ്യായാമം ചെയ്ത് അതിനെ ചിഗോങ് എനർജി മാർഷൽ ആർട്സ് ചെയ്തിട്ട് അങ്ങനെ എനർജി റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അതിൻ്റെ നിഗൂഢ രഹസ്യങ്ങളാണ്. അതുകൊണ്ടാണ് ബുദ്ധമതത്തിൽ ഫസ്റ്റ് ബ്രെയിൻ നാഭിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ശ്രീബുദ്ധൻ്റെ എല്ലാ കാര്യത്തിലും അതിനെ എക്സ്പോസ് ചെയ്ത് അതിന് വളരെ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വയറിൻ്റെ ആ സെക്ഷന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതെല്ലാം മങ്ങി നേരെ വയറേ കാണാനില്ല, ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. ഒത്തിരി പറയാനുണ്ട്, അത് നമ്മുടെ ക്ലാസ്സിൽ പറയേണ്ട സബ്ജക്റ്റുകളാണ് പലതും. ഓക്കെ, താങ്ക് യു മാസ്റ്റർ. ഇത് വളരെയധികം ഉപകാരപ്പെട്ട ഒരു ആൻസർ ആയിരുന്നു. കാരണം പലർക്കും ഒരു ക്ലാരിറ്റി ഇല്ല, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി ഇല്ല. പക്ഷെ അതിൻ്റെ സീക്രട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മാസ്റ്റർ റിവീൽ ചെയ്തു. അതിന് വളരെയധികം നന്ദിയുണ്ട്. ഇത്രയും കാര്യങ്ങൾ വീണ്ടും, അതായത് പുതിയ കാര്യങ്ങളാണ്, ആർക്കും ഇതുവരെ ആരും പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് അത് വന്നിട്ടുള്ളത്. അതിന് വീണ്ടും മാസ്റ്ററിന് നന്ദി പറയുന്നു. താങ്ക്സ് മാസ്റ്റർ.